സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിപ്പറേഷൻ കുറച്ച് മോശമാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇന്നലെ നമ്മൾ സുബോധാനന്ദ സ്വാമിയെ പറ്റി സംസാരിച്ചു. അദ്ദേഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പേഴ്സണാലിറ്റിയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പറ്റുന്നത്. വിജ്ഞാനാനന്ദ സ്വാമി അദ്ദേഹം എത്ര കണ്ട് സിംപ്ലിസിറ്റിയും എത്ര കണ്ട് ഒരു നിർമാല്യനായ ഒരു മനുഷ്യനായിരുന്നു, അതുപോലെ ഉള്ള ഒരു വ്യക്തിയായിരുന്നില്ല വിജ്ഞാനാനന്ദ സ്വാമി. അദ്ദേഹം കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ട്, കുറച്ചുകൂടെ സ്കോളർലി, അധികം ആരോടും അങ്ങനെ സംസാരിക്കില്ല, അധികം ആരോടും അങ്ങനെ മിങ്കിൾ ചെയ്യുന്നൊരു ടൈപ്പായിട്ടില്ല. സുബോധാനന്ദ സ്വാമിക്കാണെങ്കിൽ മാനേജറിയൽ കപ്പാസിറ്റി വളരെ കൂടുതലുണ്ടായിരുന്നു. ഒട്ടനവധി കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യാനും എല്ലാവരെയും ഒരുപോലെ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള ഒരു സാമർഥ്യം സുബോധാനന്ദ സ്വാമിക്കുണ്ടായിരുന്നു. പക്ഷെ വിജ്ഞാനന്ദ സ്വാമിക്ക് അദ്ദേഹം കുറച്ചുകൂടെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിരുന്നു, കുറച്ചുകൂടെ സ്കോളർലി ആയിരുന്നു. അതുകൊണ്ട് എന്താണ്, അദ്ദേഹം എപ്പോഴും ഒരു ഐസൊലേറ്റഡ് ഇതാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. അധികം ആൾക്കാർ വരിക, കാണുക, അതൊന്നും അദ്ദേഹത്തിന് ഇനിഷ്യലി ഇഷ്ടമല്ല. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, വളരെ അതിശയമുള്ളൊരു കാര്യം, അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, നിങ്ങളും വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. നോക്കൂ, ഭഗവാന്റെ മുഖം നോക്കി നിങ്ങൾ എത്ര പീസ്ഫുള്ളായിട്ട്, എത്ര കമ്പോസിങ് ആയിട്ടുള്ളൊരു മുഖമാണെന്ന് നോക്കി. സത്യം പറഞ്ഞാൽ ഞാനവിടെ നോക്കി വന്ന് നിന്ന് ഒരു 2, 3, 4 മിനിറ്റ് ആ മുഖത്തോട്ട് നോക്കി നിന്നാൽ എനിക്ക് കാഴ്ച വരാം. അത്ര ഒരു സിമ്പിൾ ഹമ്പിൾ ആയിട്ടുള്ളൊരു മുഖ എക്സ്പ്രഷനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഭഗവാൻ വേറെ ഒരു വശമുണ്ടെന്നുള്ളത് വിജ്ഞാനാനന്ദ സ്വാമിയെ പറ്റി വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എന്തായിരുന്നു ആ വേറെ ഒരു വശം? ഒരു ദിവസം പതിവ് പോലെ ഇങ്ങനെ ഡിസ്കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം അവരോട് സംസാരിക്കും. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ഞാനത് പറയട്ടെ, ഹരിപ്രസന്ന ചട്ടോപാധ്യായ എന്നാണ് വിജ്ഞാനന്ദ സ്വാമിയുടെ പൂർവാശ്രമത്തിലെ പേര്. 1768 ഒക്ടോബർ 30 അദ്ദേഹം ജനിക്കുന്നത്. യു.പിയിൽ എറ്റാബ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് താരാനാഥ് ചട്ടോപാധ്യായനും അമ്മയുടെ പേര് നകുലീശ്വരി ദേവിയുമായിരുന്നു. അവർക്ക് 6 മക്കളുണ്ടായിരുന്നു. അതിൽ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നു. അതിൽ മൂത്ത ആൺകുട്ടിയാണ് നമ്മുടെ ഹരിപ്രസാദ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പം ഹരിപ്രസാദിൻ്റെ അച്ഛൻ നല്ല കുടുംബത്തിലെയാണ്. വെരി വെൽ ഓഫ് പീപ്പിൾ. അപ്പം അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരു ജോലി ഉണ്ടായിരുന്നു, സുഖമായിട്ട് കഴിയായിരുന്നു. പക്ഷെ ട്രാൻസ്ഫറബിൾ ജോലിയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഈ നകുലേശ്വരി ദേവിയും 6 മക്കളെയും കൂടെ അദ്ദേഹം വാരണാസിയിൽ ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അവരും മക്കളും അമ്മയും കൂടെ വാരണാസി താമസിച്ചു. അദ്ദേഹം ഇങ്ങനെ പല സ്ഥലത്തും ട്രാൻസ്ഫറായിട്ടൊക്കെ പോകും. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ 1879 ദക്ഷിണേശ്വരൻ്റെ തന്നെ അടുത്തുള്ള ബാൽക്കേറിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്, അതാണ് അവരുടെ ഈ നകുലേശ്വരി ദേവിയുടെ ഒറിജിനൽ സ്ഥലം അതാണ്. അവിടേക്ക് അവർ താമസം മാറ്റി. വാരണാസിയിൽ നിന്ന് അവർ താമസം ഇങ്ങോട്ട് മാറ്റി. 4-6 മക്കളുമായിട്ട് ഇങ്ങോട്ട് താമസം മാറ്റി. ആ ഇടയ്ക്കൊരു സംഭവം നടന്നു. അന്ന് നമ്മുടെ ഹരിപ്രസന്നയ്ക്ക് 14 വയസ്സോളം. അപ്പം ഒരു ദിവസം അദ്ദേഹം ചെയ്യാത്ത എന്തോ ഒരു കുറ്റം അമ്മ കണ്ടു. എന്നിട്ട് അമ്മ അദ്ദേഹത്തിന് ഇങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങി, ഹരിയെ വഴക്ക് പറയാൻ. ഹരി ഇതെല്ലാം കേട്ടിരിക്കുക. അപ്പം ഹരി പറയുന്നുണ്ട്, ഇത് ഞാനല്ല ചെയ്തത്, ഞാനല്ല തെറ്റുകാരൻ. പക്ഷെ അമ്മ എന്ത് ചെയ്താൽ കൺവിൻസ്ഡ് ആവും. അമ്മ പിന്നെയും വഴക്ക് പറഞ്ഞു. ഒരു സ്റ്റേജ് എത്തത്ര ഹരിക്ക് വല്ലാണ്ട് വിഷമം വന്നു. ആ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കൂമ്പൂര് പൊട്ടിച്ചു മരിച്ചെന്ന്. എന്നിട്ട് പറഞ്ഞു, കള്ളം പറയുന്ന ഒരാളാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഈ കൂമ്പ് വലിച്ചെന്ന് വലിച്ചു തിന്നപ്പോഴത്തേക്ക് അമ്മയ്ക്കത് വലിയൊരു ഷോക്കായി.
അമ്മ ഇവിടെ എന്താ നടക്കുന്നില്ല, ഞാൻ ഇതിനു വേണ്ടി അവനെ ഒന്നും പറഞ്ഞില്ല, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പം അമ്മ അവനോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാമോ? അപ്പോഴത്തേക്ക് ഇതൊക്കെ ദേഷ്യം സഹിക്കാൻ വയ്യ. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പേടി എന്തോ ട്രാജഡി സംഭവിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പേര് തോന്നുന്നില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലേക്ക് ഒരു ടെലഗ്രാം വരികയാണ്, ഹരിപ്രസാദിൻ്റെ അച്ഛൻ മരിച്ചു. അദ്ദേഹം അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ക്വറ്റ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഇന്ത്യ എല്ലാം ഒരുമിച്ചുള്ള സ്ഥലമായിരുന്നു, അവിടെ ആയിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള വാർത്തയാണ് പറയുന്നത്. അപ്പം അമ്മയ്ക്ക് വല്ലാണ്ട് വിഷമമായി. അമ്മ പറഞ്ഞു, കണ്ടോ ഇതിൻ്റെ ഫലം കണ്ടോ, നിരന്തര ദേഷ്യത്തിൻ്റെ ഫലം കണ്ടോ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വലിയൊരു ട്രാജഡി അവിടെ സംഭവിച്ചു. അത് അദ്ദേഹത്തിന് 14 വയസ്സുള്ളതാണ്. അതിനു മുമ്പ് ഏകദേശം ഒരു 7 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസന് കണ്ടമാനം ഭക്തന്മാരുണ്ടാകും. അവരൊക്കെ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ വീട്ടിൽ വരണം, അവിടെ ഭജനയും സത്സംഗവും ഒക്കെ നടത്തണം എന്നൊക്കെ പറയും. ചിലതെല്ലാം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യും. അദ്ദേഹം അവരുടെ വീട്ടിൽ പോകും, ഈ പറഞ്ഞതുപോലെ ഭജനയും സത്സംഗവും ഒക്കെ കാണും. ഭക്തന്മാരുടെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഉള്ള ഒരു ഗെറ്റ് ടുഗദർ പല ഭക്തന്മാരുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു തവണ അവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇത് നടന്നപ്പോൾ ഇവൻ കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ എല്ലാം ഓടിക്കളിച്ച് നടക്കുക. അപ്പം പിന്നെ നമ്മുടെ ഹരിപ്രസംഗം ശ്രദ്ധിച്ചു. സ്വാമി അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്, ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇദ്ദേഹം പെട്ടെന്ന് സീരിയസ് ആയിട്ട് ഒന്ന് ജ്ഞാനത്തിലാവും. അപ്പം ഈ ഹരി ഇതെല്ലാം ഒബ്സർവ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞ് അന്നത്തെ ദിവസവും കഴിഞ്ഞു. അതാണ് ഹരിയുടെ ആദ്യത്തെ എൻകൗണ്ടർ. ഇദ്ദേഹം അവിടെ ഇങ്ങനെ ഈ കൊച്ചു മുറിക്കകത്തേക്ക് ഇങ്ങനെ ഇതെല്ലാം പറയും. അത് കഴിഞ്ഞ് പിന്നെ പോയി. പിറ്റേ ദിവസമല്ല, അടുത്ത ആഴ്ചയിൽ ഇതുപോലെ അവർ കൂടെ അവരുടെ അടുത്ത് തന്നെ വേറെ ഒരു ഭക്തൻ്റെ വീട്ടിൽ രാമകൃഷ്ണദേവൻ സന്ദർശിക്കാനിടയായി. അവിടെ പോയപ്പോൾ നരേന്ദ്രൻ, അതായത് വിവേകാനന്ദ സ്വാമി ഒരു ഭജന കീർത്തനം പാടുക, ജയ 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 ദയാമയേ എന്ന് പറഞ്ഞാണ് ഭജന കീർത്തനം വിവേകാനന്ദ സ്വാമി പാടുന്നത്. വിവേകാനന്ദ സ്വാമി വളരെ നന്നായി പാട്ട് പാടുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹം ഇത് പാടുമ്പോൾ രാമകൃഷ്ണദേവൻ അതിൽ മുഴുകി നിന്നു. നമ്മളൊരു പടം കണ്ടിട്ടില്ലേ, രാമകൃഷ്ണദേവൻ നിന്ന് കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് ഒരാളിങ്ങനെ ആ സീനായിരുന്നു. അപ്പം രാമകൃഷ്ണദേവൻ ഈ പാട്ടിനൊന്ന് മുഴുകി എണീറ്റ് നിന്ന് അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. അപ്പം അബോധാവസ്ഥയിലായിട്ട് അദ്ദേഹം വീഴരുതെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പിന്നെ ക്ഷമിക്കണം കേട്ടോ, ഞാനിങ്ങനെ നോക്കുന്നതിന് ബാബുരാം എന്ന് പറഞ്ഞ ഒരു അനുയായിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ പിടിച്ചിരിക്കുക, അദ്ദേഹം വീഴരുതെന്ന്. ഭഗവാൻ താഴെ വീഴും. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഈ ലോകത്തല്ല, അദ്ദേഹം ഈ പാട്ടിൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മുഴുകിയിരിക്കും. അപ്പം അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതും നമ്മുടെ ഹരി ഒബ്സർവ് ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന സംഭവങ്ങളല്ല ഹരി ഒബ്സർവ് ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരി അത് നോക്കിയപ്പോൾ ഹരിക്ക് തോന്നി രാമകൃഷ്ണദേവൻ നിൽക്കുകയാണല്ലോ, ഏതോ ഒരു വലിയ സർപ്പം ഇങ്ങനെ അവിടെ നിൽക്കുന്നു. സർപ്പത്തിൻ്റെ പത്തി ഇങ്ങനെ വീഴ്ച നിൽക്കുന്നു. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഹരിക്ക് ഈസ് ഇറ്റ് ദാറ്റ് എന്നൊരു തോന്നൽ. അപ്പം അതാണ് ഒരു സംഭവം നടന്നത്. അത് കഴിഞ്ഞ് അന്നും ഈ പറഞ്ഞതുപോലെ പിന്നെ ഡിസ്കേഴ്സ് ചെയ്തു. അപ്പം ഹരി ഇത് ഒബ്സർവ് ചെയ്യണം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ തവണ ഈ പറഞ്ഞ പോലെ അവിടെയൊക്കെ വന്ന് വേറെ ഒരു മണിമല്ലിക് എന്ന് പറഞ്ഞ ഒരു ഭക്തൻ്റെ വീട്ടിൽ അദ്ദേഹം പോയി. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അന്നും ഈ പറഞ്ഞ പോലെ ഭജനയും സത്സംഗവും ഒക്കെ ഉണ്ടായിരുന്നു. ഹരിക്ക് എന്തോ ഒരു ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഭക്തന്മാരായിട്ടാണെങ്കിൽ എല്ലാവരെയും ഇല്ല കേട്ടോ, ചില ആൾക്കാരെ അദ്ദേഹം ഒന്ന് അട്രാക്ട് ചെയ്യും, മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നത്. അത് അദ്ദേഹം പറയുന്നത് ദേവി പറഞ്ഞയക്കുന്നവരാണ്. ദേവി പറയും ഇന്ന സമയമാകുമ്പോൾ നീ അവിടെ പോയി അദ്ദേഹത്തിന് കാണും. അപ്പം അദ്ദേഹത്തിന് അറിയാം. അപ്പം ഈ ദേവിയുടെ ജോലി ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹം പിടിച്ചെടുക്കുകയാണ്. അപ്പം ഹരിക്ക് ഏതാണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നാൻ തുടങ്ങി. അപ്പോൾ ഹരിക്ക് ഈ മല്ലിക്കിൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ ഇങ്ങനെ ഭജനയും സത്സംഗവും ഒക്കെ കഴിഞ്ഞിട്ട് ഹരിക്കൊരാഗ്രഹം അന്ന് അവിടെ കിടന്നത്. അപ്പം ചോദിച്ചു അവിടെ
അവിടെ താമസിക്കാൻ അന്ന് അവിടെ സൗകര്യം കിട്ടിയില്ല. അയ്യപ്പോൾ ഒത്തിരി താമസിച്ചങ്ങ് വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് അമ്മയാകെ പറയുകയായിരുന്നു, നീ എവിടായിരുന്നു മോനെ ഇത്രയും നേരം, എവിടെ 7 വയസ്സ് 8 വയസ്സേ ഉള്ളൂ കുഞ്ഞിന് പ്രായം, എവിടായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ മല്ലി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു, അവിടെ ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാൻ പേടിയ കേട്ടോ, എന്നോട് ക്ഷമിക്കണേ. അപ്പം അമ്മ എഴുത്തമായി പറഞ്ഞു, അയ്യോ നീ ആ ഭ്രാന്തൻ രാവണനെ കാണാൻ പോയോ? അയാൾ ഇതിന് മുമ്പ് 10-3 പേരെ ഭ്രാന്താക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണാനാണ് നീ പോയത്, എന്തിനാ നീ അവിടെ പോയെ? അപ്പോഴത്തേക്ക് അത് എനിക്ക് വല്ലാണ്ട് വിഷമം, അതൊരു റിയാക്ഷനായി. അപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യം 4th എൻകൗണ്ടർ പോയി, ദക്ഷിണേശ്വരത്ത് പോയി. അപ്പം ഹരി ഈസ് ബീങ് അട്രാക്റ്റഡ്. ഹരിക്ക് വലിയ സന്തോഷം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം സമാധാനമായി കുഞ്ഞിന് കിട്ടുന്നത്. അതുകൊണ്ട് എന്താ വീണ്ടും അവിടെ പോവുക. അപ്പം 4ാമത്തെ തവണ അവിടെ പോയപ്പോൾ ഹരി നിശ്ചയിച്ചു, ഞാൻ ഇന്നിവിടെ താമസിക്കണം. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, എനിക്കിന്നിവിടെ. അദ്ദേഹം പറഞ്ഞതിന് എന്താ, താമസിക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ട് ഹരിക്കൊരു മെത്ത കൊടുത്തു, ഒരു കൊതുകുവല കൊടുത്തു, രാത്രി കുറച്ച് പ്രസാദം കഴിക്കാൻ കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾ കഥ കേൾക്കാത്ത എന്താ, കഥ കേൾക്കാത്ത മുമ്പത്തെ കഥയാ പറയുന്നത് കേട്ടോ. അപ്പം എല്ലാം കൊടുത്തു, കിടന്നോളാൻ പറഞ്ഞു. അപ്പം ഹരി പേടിച്ച് അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞുകൊണ്ട് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹരി നോക്കിയപ്പോൾ ഇദ്ദേഹം അന്ന് എണീറ്റ് ഇങ്ങനെ അവിടെ നടക്കുക. ഭഗവാൻ അമ്മേ എന്നൊക്കെ കഴിഞ്ഞ് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ വ്യക്തമല്ലാത്ത എന്തൊക്കെയോ കൊടുക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് പുറത്തോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരും. അപ്പം ഹരിയുടെ മനസ്സിൽ അമ്മയാണെന്ന് പറഞ്ഞാണ് അത് മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ അപ്പം അങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഹരി കിടന്ന് ഉറങ്ങിപ്പോയി, ക്ഷീണമൊക്കെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഹരിയൊന്ന് പോകും. അപ്പം ഹരിയെ അനുഗ്രഹിച്ചു, നന്നായിട്ട് വരട്ടെ. ഹരിയെ അനുഗ്രഹിച്ച് തലയിൽ കൈ വെച്ചപ്പോഴത്തേക്ക് അതൊരു ഇലക്ട്രിക് ഷോക്കായിരുന്നു കഴിഞ്ഞു. സംതിങ് ഈസ് ഹാപ്പനിങ്. അപ്പം അങ്ങനെ ആ ഒരു സംഭവം നടന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഹരി ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പോകും അവിടെ. പിന്നെ ഒരു ദിവസം പോയപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ രാത്രി അവിടെ താമസിക്കുന്നു. അപ്പം ശരി, അദ്ദേഹത്തിന് ഇടയ്ക്ക് പൊതുവെ കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ പ്രസാദം ഭഗവാൻ കുറച്ച് കഴിക്കുള്ളൂ. അതും ഭഗവാൻ കഴിക്കാനുള്ളത് കാളിക്ഷേത്രത്തിൽ നിന്ന് ഇത് കഴിഞ്ഞ് അവർ കൊണ്ട് കൊടുക്കുക. അപ്പം അദ്ദേഹം ഒരു കൂലിയോ മാക്സിമം 2 കൂലിയോ, ചെറിയ കൂലി, അതിൻ്റെ കുറച്ച് റവപ്പാൽ, അതാണ് ഭഗവാന്റെ ആഹാരം യാത്രയിൽ. അത് കൊണ്ട് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ് ഭഗവാൻ ബാക്കിയുള്ളതെല്ലാം ഈ ശിഷ്യന്മാർക്കൊക്കെ കൊടുത്തു. അപ്പം ഹരി ഒരു ബിഗ് മാൻ. അത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പടത്തിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. കുറച്ചൊരു വലിയ ദേഹമുള്ള ദേഹപ്രകൃതം. അപ്പം ഹരിക്ക് പേടിയായി, ഇതൊന്നും എനിക്ക് മതിയാകുന്നില്ലല്ലോ ദൈവം, ഇത്രയും ഈ 2 കൂലിയൊക്കെ തന്നാൽ എങ്ങനെ വയറ് വശപ്പെടും. അപ്പം ഹരിയുടെ ഈ വിഷമം എന്തോ ഭഗവാൻ അത് സെൻസ് ചെയ്തിട്ട് ഭഗവാൻ ആളെ വിട്ട് നഗരത്ത് തൊട്ടടുത്തുണ്ട്. ദേവി അവിടെ, അമ്മയെ അവിടെ താമസിക്കുന്നുണ്ട്. തൊട്ടടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് ചപ്പാത്തി കൂട്ടാനും ഒക്കെ കൊണ്ടുവന്നു. ഹരി ഏതായാലും അത് കഴിച്ചിട്ട് ഹരി പിന്നെ അങ്ങനെ കിടന്നു. പിന്നെ എനിക്ക് സന്തോഷമായി കേട്ടോ, ഭക്ഷണമൊക്കെ കിട്ടിയല്ലോ. അന്ന് കിടന്നു കഴിഞ്ഞ് ഹരി ഒന്ന് ഒബ്സർവ് ചെയ്യുന്നു, ഇവിടെ എന്തോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരിക്കൊന്ന് ഉറക്കം വന്നു. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം കുഞ്ഞ് ഉറങ്ങുമായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നതുപോലെ അദ്ദേഹം കിടക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെയാണ് നടക്കുക, എന്തൊക്കെയോ ജീവിക്കുക, അതിൻ്റെ കൂടെ പ്രതിലപരാന്നൊക്കെ എന്തൊക്കെ പറയുക, ഇടയ്ക്ക് പുറത്തിറങ്ങി പോവുക, അത് കഴിഞ്ഞ് തിരിച്ചു വരിക. രാത്രി മുഴുവൻ അദ്ദേഹത്തിന് ഇതായിരിക്കും. അപ്പം ഈ നാമം ജപിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഹരിക്കാർക്ക് വല്ലച്ചാതി രാവിലെയായാൽ മതി, ഇതൊക്കെ എന്തൊക്കെയായി ചെയ്യുന്നത് പിന്നെ എന്ന് ഹരിക്ക് കുറച്ച് പേടിയും ഉണ്ടാവാൻ തുടങ്ങി. അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞ് ആശുപത്രി രാവിലെയായി പോവുകയാണെന്ന് പറഞ്ഞു. ശരി കൊണ്ടുപോകുന്നു പറഞ്ഞു. ഹരി പോയി. അന്ന് ചേച്ചിയുടെ സഹോദരി വഴക്ക് പറയാം, നീ എവിടെ ആയിരുന്നു രാത്രി മുഴുവൻ, എവിടെ നീ ഇങ്ങനെ നടന്നു, എവിടെ ഈ പോകുന്നത്? അപ്പം ഹരി തുറന്ന് പറഞ്ഞു, ഞാൻ ഭഗവാന്റെ അടുത്ത് അതാണ്. അപ്പം ചേച്ചിയും ആ പഴയ വാക്ക് റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായി?
എന്നിട്ട് അങ്ങനെ അപ്പം എനിക്ക് വലിയ ഹർട്ടായി ഇങ്ങനെ കേട്ടു. പിന്നെ ഭഗവാന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാൻ എല്ലാവരെയും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സത്സംഗത്തിന് ആരൊക്കെയാണ് വരുന്നത് ഇതെല്ലാം നോക്കും. 1-2 സത്സംഗത്തിന് ഒരാൾ വന്നുകൊണ്ടിരുന്ന ഒരാളെ കണ്ടില്ലെന്നുടനെ അദ്ദേഹത്തിന് വേവലാതിയായി, എന്താ വരാതെ. അത് കഴിഞ്ഞ് പിന്നത്തെ തവണ വരുമ്പോൾ ചോദിക്കും, നീ എന്താ വരാൻ കഴിഞ്ഞ ദിവസം എന്ന് ചോദിക്കും. അപ്പോഴ് പിന്നെ ഒരു തവണ ഹരി ഇതുപോലെ 10 ദിവസം വരാതിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഹരിയോട് ചോദിച്ചു, നീ എവിടെയായിരുന്നു, എന്താ വരാനിരുന്നു? അപ്പോൾ ഹരി പറഞ്ഞു, എനിക്ക് വിഷമമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ധ്യാനിക്കാൻ നോക്കിയിട്ട് എത്ര ധ്യാനിക്കാൻ നോക്കിയിട്ട് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എനിക്കതൊന്നും വലിയ വിഷമമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അതിനെന്തിനാ ഇത്ര വിഷമിക്കുന്നത് എന്നും പറഞ്ഞ അദ്ദേഹം അവനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം എണീറ്റ് നിന്ന് പണ്ട് ഇന്നലെ സുബോധാനന്ദ സ്വാമിയെ ചെയ്തതുപോലെ നാട്ടിലെന്തോ അദ്ദേഹം എഴുതിക്കഴിഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചപ്പോൾ സുബോധാനന്ദ സ്വാമിക്കുണ്ടായ അതേ ഫീലിംഗ് പിന്നെ ഹരിക്കും ഉണ്ടായി. വല്ലാത്ത ഒരു ഇലക്ട്രിഫൈങ് ഒരു ടച്ചായിരുന്നു അത്. ഹരിക്ക് ആകെപ്പാടെ ഇതായി വല്ലാണ്ടായി. കുറച്ച് കഴിവുണ്ടേ ഹരിയെ ഹരിയൊന്നും ധ്യാനിക്കാൻ തുടങ്ങി. ഇത് കുറച്ച് കഴിവുണ്ടേ ഹരിയുടെ ഇത് പോയി തിരിച്ചു വന്നു. അപ്പോൾ ഭഗവാൻ അടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഹരിയോട് ചോദിച്ചു, എങ്ങനെയിരുന്നു? ഹരിക്ക് പറയാൻ വേണ്ടി അപ്പം എന്താണെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സമാധാനവും വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത്. അത് ഹരി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഇതുപോലെ ധ്യാനിക്കാൻ പറ്റും, ധ്യാനിക്കണം, എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ധ്യാനിക്കണം, എന്നിട്ട് ഭഗവാനെ ഓർക്കണം എന്നൊക്കെ ഹരിയെ പറഞ്ഞ് സമാധാനം. പിന്നെ അത് കഴിഞ്ഞ് ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ശിഷ്യന്മാർ സ്ത്രീകളുടെ അത്ര സ്ത്രീകളോടൊരു വിദ്വേഷമൊന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമാണ്. സ്ത്രീകളുടെ അടുത്ത് അധികം അടുക്കുന്നത് അദ്ദേഹത്തിന് അത്രയും ഉണ്ടായിരുന്നു ഒരു താല്പര്യം. അതെപ്പോഴും പറയും. എന്നിട്ട് പറയും, സ്ത്രീകളെ കണ്ടാൽ അവരുടെ കാൽമറ്റത്തിലേക്ക് നോക്കാം, കാലിലേക്ക്. അതുപോലെ എല്ലാവരെയും അമ്മയായിട്ട് കരുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചീത്ത ലൈംഗികമായിട്ടുള്ള കൃഷ്ണകളൊന്നും ഉണ്ടാകും, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ശിഷ്യന്മാരെ ഉപദേശിക്കുമായി. അങ്ങനെ വന്ന് അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു മേജർ ഉപദേശമാണ്. അത് പക്ഷേ വിവേകാനന്ദ സ്വാമി പിന്നെ അതിനെ അനലൈസ് ചെയ്ത് പറയുന്നു. ബിക്കോസ് ഭഗവാൻ വളരെ വിഷണ്ണനായിരുന്നു. അതായത് സ്ത്രീകളെ അന്നൊക്കെ വളരെ വളരെ മോശമായിട്ടാണ് പലരും പെരുമാറി. അത് ഭഗവാൻ അറിയാൻ പറ്റും. ഓരോ സ്ത്രീയുടെ മനസ്സും വിഷമിക്കുന്നതും എല്ലാം ഭഗവാൻ ഇതെല്ലാം അറിയാം. എല്ലാം അദ്ദേഹം പണ്ടാരോ പറഞ്ഞ പോലെ ഭഗവാനും ഫ്ലഷ് ആൻഡ് ബ്ലഡാണ് അദ്ദേഹം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം. ആ ഒരു ആംഗിളിലാണ് അദ്ദേഹം പറയുന്നത്, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പോകരുത്, സ്ത്രീകളെ അധികം അടുത്ത് അവരെ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്നത്. ആ ഒരു ആംഗിളിലാണ് അദ്ദേഹം ഉപദേശിച്ചിരുന്നതെന്ന് പിന്നെ നമ്മുടെ വിവേകാനന്ദ സ്വാമി ഒരു തവണ വിവേകാനന്ദ സ്വാമി ഹരി ഒരുമിച്ചിരുന്ന ഒരു സമയത്ത് ഹരി ചോദിച്ചു, എന്താ ഭഗവാൻ ഇങ്ങനെ പറയുന്നത്, എന്താണ് ഇതിൻ്റെ? അപ്പം വിവേകാനന്ദ സ്വാമി ക്ലാരിഫൈ ചെയ്തു, ഇതുകൊണ്ടാണ് സ്ത്രീകളുടെ അടുത്തുള്ള വിവേചനം കൊണ്ടും അവർ സ്വന്തമായി കഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ് അദ്ദേഹം ഈ ഒരു ആംഗിളിലാണ് പറയുന്നത്. അപ്പം ഹരിക്ക് മനസ്സിലായി, അത് ക്ലിയറായി. അപ്പം അങ്ങനെ ഇത് നടന്നു. ഒരു ദിവസം പിന്നെ ഭഗവാനും ഹരി മാത്രമുള്ളപ്പം ഹരി ഭഗവാനോട് ചോദിച്ചു, അങ്ങേക്ക് ഈ തത്വശാസ്ത്രത്തിനെ പറ്റിയൊക്കെ എന്തറിയാം? ഞാൻ ഈ എന്തുവാ ഹാൻഡ് ഹേഗൽ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ തത്വശാസ്ത്രജ്ഞന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അങ്ങനെ എന്താ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത്? ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആ പുസ്തകമൊക്കെ വായിച്ചു, നിനക്ക് എന്തോ വേണ്ടത്? നിനക്ക് ആത്മസംതൃപ്തിയാണ്, നിനക്ക് സന്തോഷമായിട്ടിരിക്കണം, ഭഗവാനെ ഈശ്വര സാക്ഷാത്കാരമാണ് നിനക്ക്. അതുകൊണ്ട് നീ ഹേഗൽസിൻ്റെയും ആ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് അത് നിനക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പോകും. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ചിന്ത നീ വിടും. ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യാൻ ശ്രമിക്കും.
ഭഗവാനെ ധാരാളം ധ്യാനി, അതുപോലെ ഭഗവത് നാമങ്ങൾ ജപിക്കും, സത്സംഗങ്ങളിൽ ടേപ്പാട്ടി. അങ്ങനെ ആ ഒരു ആംഗിളിൽ ഭഗവാൻ ഹരിയെ തിരിച്ചുപോയി. അപ്പോഴേ ഹരി പഠിക്കാൻ വളരെ മിടുക്കനാണ്. അദ്ദേഹം ഇത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് എന്ന് പറഞ്ഞാൽ കൽക്കട്ടയിലെ ഒരു കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അവിടുന്ന് അദ്ദേഹം പഠിച്ച് BA ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് പൂന കോളേജ് ഓഫ് സയൻസ് എന്നും പറഞ്ഞ് ഖാസിപ്പൂരിൽ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അവിടുന്ന് അദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമെടുത്ത് അദ്ദേഹം വെളിയിൽ വന്നു. അതിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു സമയം, എനിക്ക് എത്ര സമയം പറയാം, അവിടെ ഒരു ചെറിയ ഇൻസിഡൻ്റ് ഉണ്ടായി. ആ ഇടയ്ക്ക് ഈ ക്ലാസ്സിൽ ഫസ്റ്റ് വരുന്നവർക്ക് അഷ്വേർഡായിട്ട് ജോലി എഞ്ചിനീയർ. അപ്പം ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ഹരിയാണ്, ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ്. അപ്പം ഹരിയുടെ തൊട്ടടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മേഘ്നാഥ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൂളായിട്ടുള്ളത്, ബട്ട് ഹി വാസ് ഓൾസോ വെരി ബ്രൈറ്റ്. അപ്പം അങ്ങനെ നിന്നപ്പോൾ ഹരി ശരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഹരിക്ക് തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടുമോ പിന്നെ പരീക്ഷ. ഹരിക്കത് വിഷമവും, പാവം ഇദ്ദേഹത്തിന് ഒരു ജോലി കിട്ടിയാൽ അത് എത്ര നല്ലതാണ്, എനിക്ക് കിട്ടുന്നതിനേക്കാൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് പറഞ്ഞ് പരീക്ഷയെ എഴുതിയില്ല. അങ്ങനെ മേഘ്നാഥിന് പരീക്ഷ പാസ്സാവുകയും ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു സാക്രിഫൈസ് അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാസ്സായി, വളരെ നന്നായിട്ട് പാസ്സായി. ഖാസിപ്പൂർ എന്ന് പറഞ്ഞിടത്ത് ഡെപ്യൂട്ടി എഞ്ചിനീയറായിട്ട് എനിക്ക് ജോലി കിട്ടി. അത് കഴിഞ്ഞ് അവിടുത്തെ വാരണാസി ഖാസിപ്പൂർ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ ഹരിയാണ് പിന്നെ മേൽനോട്ടമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കിട്ടുന്ന ശമ്പളം കിട്ടിയാൽ ഉടനെ ആദ്യം അതിൽ നിന്ന് 60 രൂപ അദ്ദേഹം സന്യാസിമാർക്കായിട്ട് ആശ്രമത്തിലേക്ക് പോകും. എന്താണെന്ന് വെച്ചാൽ ആശ്രമമായിട്ട് അത്ര അങ്ങ് അറ്റാച്ച്മെൻ്റ് ആയി, ഭഗവാനുമായിട്ട് അത്രയ്ക്ക് അങ്ങ് അറ്റാച്ച്മെൻ്റ് ആയി. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നു ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ പിന്നെ വിവേകാനന്ദ സ്വാമി ഫോറിൻ പര്യടനങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാമകൃഷ്ണദേവന് വേണ്ടി ഒരു നല്ല ടെമ്പിൾ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ആ ഐഡിയാസൊക്കെ ഇങ്ങനെ മനസ്സിൽ ചെയ്യും. അപ്പം ഹരി കൂടെ വരും. അപ്പം ഹരി സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഹരിയെ പിടിച്ചിരുത്തി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വേണം, അങ്ങനെ വേണം, നിൻ്റെ അഭിപ്രായമുണ്ട്. അവർ തമ്മിൽ അങ്ങനെ ഡിസ്കസ് ചെയ്ത് വിവേകാനന്ദ സ്വാമി പറയുന്നതെല്ലാം ഹരി നോട്ട് എഴുതിയെടുത്തു. അങ്ങനെ ചെയ്ത് അവസാനം ഹരി 2-3 പ്ലാൻസ് വരച്ചു പിന്നെ അമ്പലത്തിൽ. അതിൽ ആദ്യത്തെ 1-2 വിവേകാനന്ദ സ്വാമിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞു മോഡിഫൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവസാനം ഒരു പ്ലാൻ കണ്ടു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. അത് പണിയാനുള്ള പിന്നെ തീരുമാനം. ഇതിൻ്റെ ഇടയിൽ ഈ വേലൂർ മഠത്തിൻ്റെ ആ ഏരിയ നമ്മുടെ ആശ്രമത്തിലേക്ക് ഏറ്റെടുത്തു. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ വേലൂർ മഠത്തിൽ അന്ന് ഗംഗയുടെ തീരത്ത് പടമൊന്നുമില്ല, ചുമ്മാ ഓപ്പനായിട്ട് എടുക്കും. അപ്പം വിവേകാനന്ദ സ്വാമിക്ക് ഒരു മോഹം അവിടെ ഒരു നല്ല പിന്നെ ഇത് വ്യക്തി ഉണ്ടാക്കി അവിടെ ഒരു നല്ല പടവ് ഭക്തജനങ്ങൾ കുളിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു മോഹം. അപ്പം അത് നമ്മുടെ ഹരിയുണ്ടല്ലോ, ഹരിയോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഹരിയോട് പറഞ്ഞു. ഹരി അങ്ങനെ ഒരു ചെറിയ സമയം പേടിക്കുള്ളൂ. വിവേകാനന്ദ സ്വാമിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അങ്ങനെ കളിക്കാൻ ചെല്ലുകയില്ല. അതേസമയം വളരെ ലവിങ് നേച്ചറുമാണ്. പലപ്പോഴും വളരെ ഹ്യൂമറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനത്തെ നമുക്ക് ഈ സ്വാമിമാർക്കെല്ലാം അങ്ങനത്തെ ഒരു ആംഗിൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ. പുറനാട്ടുകാരെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വ്യോമകേശാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു ദൈവം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം അവിടെ ആശ്രമത്തിൽ തൃശ്ശൂർ ആശ്രമത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. അതിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കും. നമ്മുടെ ഈ ഇന്ന് സംസാരിക്കുന്ന വിജ്ഞാനാനന്ദ സ്വാമിയുടെ പോലെയാണ് അദ്ദേഹം. വലിയൊരു മനുഷ്യനാണ്, വലിയ തലയും വലിയ കയ്യും, ഒരു വെരി ബിഗ് വെയിറ്റ് മാൻ വ്യോമകേശാനന്ദ സ്വാമി. പക്ഷേ അദ്ദേഹം അവിടെ വലിയ ജുബ്ബ, ഈ കൈ കഴിഞ്ഞ് ഇത്രയും ദൂരം കൂടെ ജുബ്ബ കാണും. അദ്ദേഹം അവിടെ വന്നിരുന്ന് നാമം ജപിക്കുകയൊക്കെയാണ്. ഞങ്ങൾ കുട്ടികൾ അവിടെയൊക്കെ ചെന്ന് അദ്ദേഹത്തിൻ്റെ തലയെ പിടിക്കുക, വളയ്ക്കുക, ഈ ജുബ്ബയുടെ ഇതിലെ കൂടെ കൈ കയറ്റും. ഇദ്ദേഹത്തിന് ദേഷ്യം എന്ന് പറഞ്ഞൊരു വികാരമേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ ശരിക്കും മൾട്ടി ഫാസറ്റഡ് ആൾക്കാരാണ് ഈ സ്വാമികൾ. അപ്പോൾ
വിവേകാനന്ദ സ്വാമിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് കാര്യങ്ങൾ ഔട്ട്റൈറ്റ് ആയിട്ട് പറയാം. ഏതായാലും ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി 3000 രൂപയെന്ന് എസ്റ്റിമേറ്റ്. ബ്രഹ്മാനന്ദ സ്വാമിയാണ് എല്ലാത്തിനും ഒരു ബഫറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബ്രഹ്മാനന്ദ സ്വാമിയോട് പറഞ്ഞ് സ്വാമിക്ക് വഴക്ക് പറയുമോ? അപ്പോൾ പറഞ്ഞു സാരമില്ല, നീ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ വിവേകാനന്ദ സ്വാമി അപ്രൂവ് ചെയ്തു. പണി തുടങ്ങി. പണി തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ 3000 രൂപ കൊണ്ടൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല. പിന്നെ ഏതായാലും പണി തുടങ്ങിയില്ലേ, ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞു നീ പണി പൂർത്തീകരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ അത് മുമ്പോട്ട് പോയി. പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഈ ബഡ്ജറ്റ് സ്വാമിജിയോട് പറയണമല്ലോ. പിന്നെ അവസാനം ഇത് അവതരിപ്പിക്കും. വല്ലാണ്ട് ദേഷ്യം വന്നു വിവേകാനന്ദ സ്വാമി. 3000 എന്ന് പറഞ്ഞിട്ട് ഇത്രയും രൂപ ചെലവാക്കി എന്നും പറഞ്ഞു പലശലായിട്ട് വഴക്ക് പറഞ്ഞു. ബ്രഹ്മാനന്ദ സ്വാമി ആദ്യം അന്തമാനം വഴക്ക് പറഞ്ഞു. പിന്നെ അയ്യോട് അത് കാര്യമായി വഴക്കൊന്നും പറഞ്ഞില്ല. ബ്രഹ്മാനന്ദ സ്വാമി വഴക്ക് പറഞ്ഞു. അദ്ദേഹം ഇല്ലാണ്ട് അപ്സെറ്റായി. പക്ഷേ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി ജനലും വാതിലും എല്ലാം അകത്തിരുന്ന് കരയാൻ. കഷ്ടം, ഞാൻ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല, നന്നായിട്ട് അത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് ഇങ്ങനൊരു ഇത് വന്നല്ലോ എന്ന് അദ്ദേഹം പിന്നെ വിഷമിച്ചു. പിന്നെ അപ്പം ഹരി ഇത് മനസ്സിലാക്കി ഹരി പോയി അദ്ദേഹത്തിനോട് ക്ഷമാപണമൊക്കെ ചെയ്യുന്നുണ്ട്. സംഭവം പിന്നെ വിവേകാനന്ദ സ്വാമി ഇതറിഞ്ഞു. വിവേകാനന്ദ സ്വാമി ഇതറിഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ഓടിച്ചെന്ന് അതൊക്കെ പറഞ്ഞു. ബ്രഹ്മാനസ്വാമിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതിനൊക്കെ ഇത്ര വിഷമിക്കാനുണ്ടോ? ഞാനത് അപ്പോഴത്തെ ആ ഒരു പറഞ്ഞതല്ലേ ഉള്ളൂ, വലിയ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ് സമാധാനം. അപ്പം ആ ചാപ്റ്റർ അങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യും. അപ്പം അവൻ ഒരുമിച്ച് താമസിക്കുകയാണ്. പിന്നെ സ്വാമിജി ഹരി വളരെ ഒരു അധികം ആരോടൊന്നും സംസാരിക്കില്ല, ടൈപ്പായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അവർ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ നമ്മുടെ വിവേകാനന്ദ സ്വാമി ഇവർ തമ്മിൽ പഴയ ഹ്യൂമറുണ്ട്, ചിലപ്പം കളിയാക്കലുണ്ട്, പരിഹാസമുണ്ട്. ഇതെല്ലാം സ്വാമിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഈ സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്ന വിവേകാനന്ദ സ്വാമി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുകയൊക്കെ ചെയ്യും. അപ്പം എന്നിരുന്നാലും എല്ലാവരെയും മനസ്സിൽ സ്നേഹം. ഭഗവാൻ അതായിരുന്നു ആവശ്യം. ഭഗവാന്റെ ഡിസൈപ്പിൾസ് എപ്പോഴും അങ്ങേയറ്റം സ്നേഹമായിട്ടും ഐക്യമായിട്ടും വേണം കഴിയാം. അത് ഭഗവാന്റെ വലിയൊരു മോഹമായി. അത് ഓപ്പണായിട്ട് അവരോട് പറയുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴും സ്നേഹമായിട്ടിരിക്കണം, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യമായിട്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഓപ്പൺ ഇതായിരിക്കണം. കഴിവുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മളുടെ ധർമ്മം പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെയായിരുന്നു ഭഗവാന്റെ ഓബ്ജക്റ്റീവ്. ഈ ഇവരെ സെലക്ട് ചെയ്യുമ്പോഴും അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓബ്ജക്റ്റീവ്. അപ്പം അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. പിന്നെ നമ്മുടെ സ്വാമിജി ക്ഷമിക്കണം, ഞാനിങ്ങനെ നോക്കുവിടെ. പിന്നെ 1899 അപ്പം അന്ന് ശ്രീരാമകൃഷ്ണൻ പിന്നെ ഇത് പറഞ്ഞു. 1899 സ്വാമിജി സന്യാസം സ്വീകരിച്ചത്. സന്യാസം സ്വീകരിച്ചതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് വിജ്ഞാനാനന്ദ സ്വാമി എന്നാണ്. അപ്പോൾ വിജ്ഞാനാനന്ദ സ്വാമിയായി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യും. സ്വാമിമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷമായിട്ടും സ്നേഹമായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ പിന്നെ അലഹബാദിൽ ഒരു ആശ്രമം ക്ഷേത്രം പണിയണമെന്നും പറഞ്ഞു വിജ്ഞാനാനന്ദ സ്വാമി ഇടയ്ക്ക് അലഹബാദിൽ പോകും. അവിടെ പോയി അദ്ദേഹം താമസിക്കും. വാരണാസിയിൽ പോകും, അവിടെ താമസിക്കും. അവിടെ എല്ലാം ക്ഷേത്രങ്ങളും കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അവിടെ പോയി പിന്നെ അലഹബാദിൽ വെച്ച് വിജ്ഞാനാനന്ദ സ്വാമിക്ക് നമ്മൾ കേട്ടിട്ടില്ലേ മദൻ മോഹൻ മാളവ്യ, അദ്ദേഹം വലിയ പണ്ഡിതനും ഒക്കെ ആയിരുന്നു, പൊളിറ്റിക്സിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം വിജ്ഞാനാനന്ദ സ്വാമിയുടെ വലിയൊരു ക്ലോസ് അസോസിയേറ്റ്, സ്വാമിയുടെ ഒരു ശിഷ്യനുമായിരുന്നു മദൻ മോഹൻ മാളവ്യ. അപ്പം അവർ തമ്മിൽ വളരെ ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ വേറെ പറയുന്നത് വിജ്ഞാനാനന്ദ സ്വാമി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് ബിഗ് മനുഷ്യരാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളും വളരെ പെക്കൂലിയർ. ഒരു വലിയ പാൻറ് എപ്പോഴും, അതുപോലെ ഒരു പാതാണി ഷർട്ട്, ഒരു ഫുൾ സ്ലീവ് ഷർട്ട്, അതിൽ പടമുണ്ട് അദ്ദേഹം. എപ്പോഴും തലയിൽ ഒരു തൊപ്പിയുണ്ട്. അപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു ആകപ്പാടെ ഒരു വല്ലാത്ത വേഷമാണ്. അതിൻ്റെ കൂടെ വലിയ ശരീരം,
അപ്പം റോഡിൽ കൂടി ഇങ്ങനെ റിക്ഷയിലൊക്കെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ചിലവരോട് അദ്ദേഹം ചോദിക്കും, എന്താ എന്നെ കണ്ടിട്ട് കുരങ്ങൻ്റെ പോലെ ഉണ്ടോ? ആ, ഞാൻ കുരങ്ങനാണ്, ശ്രീരാമദേവൻ്റെ കുരങ്ങനാണ് ഞാൻ ശ്രീരാമദേവനെ ഭരിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയും. അപ്പം അദ്ദേഹത്തിന് അവെയറായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വളരെ പെക്യൂലിയറാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ ക്വയറ്റായിട്ടിരുന്ന് കണ്ടമാനം പുസ്തകങ്ങൾ എഴുതി, 10-40 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പല പുസ്തകങ്ങളും തർജ്ജമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സ്കോളർലി ലിറ്റററി വർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ വാട്ടർ മാനേജ്മെൻറ്റിനെ പറ്റി നല്ല ഒന്നാമത്തെ ഒരു പുസ്തകം ബംഗാളിയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റാണ് വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ ഒരു നല്ലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് വാൽമീകി രാമായണം സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മേജർ ഒരു വർക്ക്, സീരിയസ് ആയിട്ട് ചെയ്തിരുന്നത് പറയും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് അത് മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്. അപ്പം ഒരു തവണ അലഹബാദിൽ വെച്ച് ത്രിവേണിയിൽ കുളിക്കാൻ പോയി. അദ്ദേഹം അങ്ങനെയാണ്, രാവിലെ എണീറ്റ് ത്രിവേണിയിലാണ് കുളിക്കുക. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പം പെട്ടെന്നൊരു ഒരു ഷോക്ക് പോലെ അദ്ദേഹത്തിന് തോന്നി, ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ മുമ്പിൽ ഇങ്ങനെ നടന്നു. അവർ തലമുടി 3ആയിട്ടാണ് എണ്ണീരിക്കും. അപ്പം അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് അവരങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞുടനെ അദ്ദേഹം നടന്ന അദ്ദേഹത്തിൻ്റെ ആശ്രമം അവർ കുറേ നേരം ഫോളോ ചെയ്തു. ഇമ്മീഡിയറ്റ്ലി അവരെ കാണാറ്. അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു ഇതുണ്ട്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അത് ഈ ത്രിവേണി ദേവി, അതായത് ഗംഗ, സരസ്വതി, ആ 3 നദികളാണല്ലോ ഉള്ളത്. ആ 3 നദികളിൽ ആ നദിയുടെ ഭഗവതിയാണ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഇത് കൊടുത്തതെന്ന് അദ്ദേഹത്തിന്, അതായത് അദ്ദേഹം അത്ര വളരെ സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ വളരെ ഈശ്വര ഇതിനു വേണ്ടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായി. അതുപോലെ വേറെ ഒരു സംഭവം അദ്ദേഹം പറയുന്നത്, വാരണാസി വെച്ച് ഒരു തവണ അദ്ദേഹം ഒരു കുതിരവണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ സൈറ്റിലോട്ട് പോകുന്ന ഉടനെ അവിടെയൊക്കെ ആശ്രമങ്ങളും അമ്പലങ്ങളും പണിയാണ്. പോകുന്ന ഉടനെ ഇദ്ദേഹത്തിൻ്റെ കാലെങ്കിലും ആ കുതിരവണ്ടിയുടെ വീലിൻ്റെ ഇടയിൽ അസാധ്യമായ കാല് വലിച്ചെടുക്കാൻ വേണ്ടി അസാധ്യമായ വേദന, കാലും മുറിഞ്ഞു, ചോര, അതെല്ലാം ബഹളമായി. അവസാനം എന്തിനും അത് എടുത്തു. ഡോക്ടർ വന്നു, എല്ലാം ചികിത്സയൊക്കെ കഴിഞ്ഞു. രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ അദ്ദേഹം മനസ്സിലിങ്ങനെ വിഷമിച്ചു, ഞാൻ ഗുരുദേവന് വേണ്ടി ഒരു ജോലി ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നു, അത് ചെയ്യാൻ എന്നെ സമ്മതിക്കാത്തത് എന്താ ഭഗവാൻ എന്നിങ്ങനെ തോന്നി. ഇങ്ങനെ കിടക്കുന്നുടനെ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി, പരമശിവൻ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ചേട്ടയെ കുറിച്ചിങ്ങനെ മുമ്പിൽ വന്നിരിക്കുന്നു, ചിരിച്ചുകൊണ്ട്. പരമശിവൻ അങ്ങനെ ചിരിക്കുന്ന വ്യക്തിയല്ല, ചിരിച്ചുകൊണ്ട് മുമ്പിൽ വന്നിരിക്കുന്നു. വന്നു നിന്ന് അപ്പം ഭഗവാനോട് തന്നെ ചോദിച്ചു, എന്തിനാ ഞാൻ ഇങ്ങനെ ഗുരുദേവന് വേണ്ടി ഒരു ജോലി? അപ്പോഴേ പരമശിവൻ വന്ന് സ്വാമിജിയെ കെട്ടിയ ആ കെട്ടിപ്പിടുത്തത്തിൽ ഈ കാലിലെ മുറിവും പോയി. അദ്ദേഹത്തിന് വല്ലാണ്ട് പനിക്കുന്നുണ്ടായിരുന്നു. ആ പനിയും പോയി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഹി വാസ് ഓൾമോസ്റ്റ് നോർമൽ. എന്നിട്ട് അദ്ദേഹം ഓരോ ജോലികൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇത് ചെയ്തു, വ്യാപൃതനായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരു തവണ ഉണ്ടായി. അദ്ദേഹം അണ്ടമാനെ യാത്ര ചെയ്ത് പല അമ്പലങ്ങളിലും ഒക്കെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അവസാനിപ്പിക്കാറ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ചില വീക്ക്നെസ്സും ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ അദ്ദേഹത്തിന് 3 കട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കട്ടിൽ മിറ്റത്ത് മരത്തിൻ്റെ അടിയിലായിട്ട്, പിന്നെ ഒരു കട്ടിൽ തിണ്ണയിലായിട്ട്, പിന്നെ ഒരു കട്ടിൽ ഇതിൻ്റെ അധിക സമയം ഈ മരത്തിൻ്റെ കൂടെ പുറത്താക്കാം കിടപ്പും ഇരിപ്പും ഒക്കെ. അത് കഴിഞ്ഞ് വെയിലും ഒക്കെ വല്ലാണ്ട് വരുമ്പോൾ ഈ തിണ്ണയിലോട്ട് കയറി. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മഴയും അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്, അകത്തോട്ട് കയറിയിരിക്കും. അങ്ങനെ ഒരു ഇത് അദ്ദേഹത്തിന് ഉണ്ടായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വളരെ സ്ട്രിക്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൂം ക്ലീൻ ചെയ്യാനൊക്കെ ഒരാൾ വരും. ഒരു ദിവസം നോക്കുമ്പോൾ ഒരു ലേഡി കൊണ്ടുവന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്യും. ലേഡി വളരെ ഭദ്രതയായിട്ട് അദ്ദേഹം എന്താ നിങ്ങൾ വന്ന് പറഞ്ഞ അച്ഛനെ എന്തോ
എന്തുകൊണ്ടാണ് വന്നത്? സ്വാമിജി ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ തവണ അച്ഛൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ ജോലിക്ക് വരണ്ട, ഇവിടെ സ്ത്രീകൾ ജോലിക്ക് വരികയും വേണ്ട, പിന്നെ നിങ്ങളൊക്കെ അതുകൊണ്ട് വരണ്ട. അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആലോചിച്ചപ്പോൾ പറഞ്ഞു, ആ സാധുക്കളല്ലേ, പിന്നെ അതുകൊണ്ട് അദ്ദേഹത്തിന് അലിവ് തോന്നി. അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് വന്നോളൂ, വന്ന് പഴയ പോലെ ജോലി ചെയ്തോളൂ, പക്ഷേ സ്ത്രീകളെ ദയവ് ചെയ്തിവിടെ കൊണ്ടുവരുന്നു എന്ന്. അതൊരു ഇൻസിഡൻ്റ്, അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. പിന്നെ ഈ കട്ടിലിൻ്റെ കാര്യം ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ഒരു ബാലൻ, അവന് ബേണി എന്നാണ് അവൻ്റെ പേര്, ബേണി. അപ്പോൾ ബേണി ഇദ്ദേഹത്തിനെ സ്വന്തം പോലെ നോക്കും, മരുന്നെടുത്ത് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം മടക്കി വെക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ആശ്രമത്തിലെ പൂജയുടെ സഹായങ്ങളൊക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ ഇരുന്നു. എന്നിട്ട് സ്വാമിജി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവസാന കാലമായപ്പോഴത്തെ കുറച്ച് പൈസ ഈ വേണിയുടെ പേടി അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം വേണി ബുദ്ധിമുട്ട് വരരുത്. പക്ഷെ വേണി വളരെ ലോയലായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ആശ്രമത്തിനോട്. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം കിട്ടിയ രൂപയെല്ലാം ആശ്രമത്തിൽ കൊടുത്ത് ആശ്രമത്തിനെ സെർവ് ചെയ്ത് അങ്ങനെയാണ് അവിടെ കഴിഞ്ഞത്. അപ്പം ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കണ്ടമാനം ഇൻസിഡൻസ് പറയുന്നു. അതായത് അദ്ദേഹം പബ്ലിക്കുമായിട്ട് ഇടപഴകുന്നതും, അദ്ദേഹം ദേഷ്യക്കാരനാണെങ്കിലും ചില സമയങ്ങളിൽ അവർ പറയുന്നതൊക്കെ വളരെ കമ്പോസ്ഡായിട്ട് കേൾക്കുകയും അവർക്ക് അഡ്വൈസ് കൊടുക്കുകയും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാഹ്യമായിട്ടൊരു വലിയ മനുഷ്യനും ശകലം ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഇതൊക്കെ ആണെങ്കിലും ഒരു വളരെ നിർമ്മലനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ആൾക്കാരോട് സ്നേഹവും ആൾക്കാരെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആദ്യമൊന്നും ഈ മന്ത്രദീക്ഷയൊന്നും കൊടുക്കില്ലായിരുന്നു. പക്ഷെ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ദേവിയെ പറ്റി ആൾക്കാരോട് പറയണം, ആൾക്കാർക്ക് മനസ്സിലാക്കണം, ആൾക്കാരെ അങ്ങനെ സ്പിരിച്വൽ സൈഡിലേക്ക് മാറ്റി കൊണ്ടുവരണം, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അത് നമ്മൾ ചെയ്തേ മതിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അദ്ദേഹം എല്ലാവർക്കും മന്ത്രദീക്ഷയൊക്കെ കൊടുക്കാൻ തുടങ്ങി. കാലം മുമ്പോട്ട് പോയി. പതുക്കെ അദ്ദേഹത്തിന് പതുക്കെ ഓരോ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. അവസാനം പിന്നെ 1938 ഏപ്രിലാണ് അദ്ദേഹം സമാധി അടയുന്നത്. അപ്പം സമാധി ആവാൻ നേരം അദ്ദേഹത്തിന് പല അസുഖങ്ങളും വന്നു. ഡോക്ടറെ കാണാനൊന്നും സമ്മതിക്കില്ല. സ്വാമിമാർ പറയും, ഇന്ന ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം, അദ്ദേഹം ഒന്ന് നോക്കട്ടെ, സമ്മതിക്കില്ല. എന്താണ് എല്ലാവരോടും പറയുന്നത്, ഗുരുദേവനുണ്ട് എന്നെ നോക്കും, എനിക്കത് മതി, ഗുരുദേവൻ എന്നെ വേണ്ടതുപോലെ നോക്കിക്കോളും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഡോക്ടറെ കണ്ടു, അത് ഭേദമായി, അത് കഴിയുമ്പോൾ അതല്ല, ഗുരുദേവൻ എന്നെ കൊണ്ടുപോകും, നിങ്ങൾ അതിനെപ്പറ്റി ബോധം ചെയ്യേ വേണ്ടാന്ന് ശിഷ്യന്മാരോടൊക്കെ പറയുമായിരുന്നു. ഏതായാലും അവസാന കാലമായി അദ്ദേഹത്തിന് വല്ലാണ്ട് വീക്ക്നെസ് ഒക്കെ വന്നു, കാലിൽ കണ്ടമാനം നീരുമൊക്കെ വന്നു. അത് ഇൻഫെക്ഷ്യസ് ഡ്രോപ്സി എന്ന് പറഞ്ഞൊരു അസുഖമാണെന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ചു. അതിന് കാര്യമായ ചികിത്സയില്ല, മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കണം, മരുന്ന് കഴിക്കില്ല, എന്ത് ചെയ്യില്ല, മരുന്ന് കഴിക്കില്ല. അങ്ങനെയായി അദ്ദേഹം വയ്യാണ്ടായി, ഓൾമോസ്റ്റ് ബെഡ്റിഡനായി, ബോധമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്ന കാലത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണു തുറന്ന് തീരെ അവശനായി, ഭക്ഷണം കഴിക്കില്ല, മരുന്ന് കഴിക്കില്ല, തീരെ അവശനായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയെ വിളിക്കും. അത് മാത്രം. അത് കഴിഞ്ഞ് വേറെ ഒരു കാര്യം പറയുന്നത് ഗുരുദേവനോടാണ് പറയുന്നത്, ഗുരുദേവ നമുക്ക് പോകാം, നമുക്ക് ഇവിടുന്ന് പോകാം, എന്താ വരാത്തത്, നമുക്ക് പോകാം, ഇങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആയി അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ പോലും 1-2 ഭക്തന്മാർ വന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രദക്ഷം എഴുതുകൊണ്ട് പോയിട്ടുണ്ടെന്ന് എഴുതിയിരിക്കും. അങ്ങനെ ആയപ്പോൾ സ്വാമിമാർക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളാണ്. ഗംഗാജലം കൊടുത്തു. അത് കഴിഞ്ഞ് ഓം നമോ ഭഗവതേ രാമകൃഷ്ണായ എല്ലാവരും കൂടി ജീവിച്ചു. ഇത് അദ്ദേഹം കേട്ടോണ്ട് കിടക്കുക, വളരെ സന്തോഷമാണ്. അപ്പം മുഖത്തൊരു ചിരി, ഒരു പ്രസന്നത വന്നു. അങ്ങനെ ആ പ്രസന്നതയിൽ ഭഗവാന്റെ ഈ നാമം കേട്ടോണ്ട് ഗംഗാജലം ഇറക്കിക്കൊണ്ട് അദ്ദേഹം സമാധിയായിരുന്നു. അപ്പം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പം നമ്മൾ ഇന്നലെ കണ്ട സ്വാമിജിയെക്കാളെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു. എങ്കിലും രാമകൃഷ്ണ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും പറയാനും അതുപോലെ ചെയ്യാനും വളരെ അങ്ങേയറ്റം ശ്രമിച്ച ഒരു ഭക്തനായിരുന്നു സ്വാമിജി. സ്വാമിയുടെ
സ്വാമിയുടെ ദേഹപ്രകൃതം ഒന്നും വ്യത്യാസമായിരുന്നു, പക്ഷേ സ്വാമിയുടെ ഉള്ളിലുണ്ടായിരുന്ന കാര്യങ്ങൾ വളരെ വ്യത്യാസമായ ഒരു നിർമ്മലനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിൽ